ഹലോ നമസ്കാരം, ധനകാര്യത്തിലേക്ക് സ്വാഗതം. എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾഡ് സോവറിംഗ് ബോണ്ടിനെ കുറിച്ചാണ്. ഇത് സ്വർണ്ണ കടപ്പത്ര പദ്ധതിയെക്കുറിച്ചാണ്. 2015 കേന്ദ്ര സർക്കാർ RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ തുടങ്ങിയതാണ് സ്വർണ്ണ കടപ്പത്ര പദ്ധതി. ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് സ്വർണത്തിൻ്റെ ഇറക്കുമതി കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. ഈ പദ്ധതിക്ക് നിക്ഷേപിക്കുന്ന തുകയ്ക്ക് പലിശ ഉൾപ്പെടെ ലഭിക്കുന്നു. കടപ്പത്രത്തിൻ്റെ കാലാവധി 8 വർഷമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. കാലാവധി പൂർത്തിയാകുന്ന സമയത്ത് സ്വർണമായോ വിപണി വിലയ്ക്ക് തുല്യമായ പണമായോ പിൻവലിക്കാൻ അവസരം നൽകിയിരുന്നു. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിൻ്റെ വില കുത്തനെ ഉയർന്നതോടെ പദ്ധതിയിൽ ചെലവേറിയതായി. ഇതാണ് പദ്ധതി നിർത്തലാക്കാനുള്ള പ്രധാന കാരണം. 2015 നവംബറിൽ ആദ്യ ലേലത്തിൽ നൽകിയ കടപ്പത്രത്തിന് നിക്ഷേപകർക്ക് 10.68% മുതൽ 13.5% വരെ ആദായം നൽകി. അന്ന് ഗ്രാമിന് 2684 രൂപയായിരുന്നു കടപ്പത്രം ഇറക്കിയത്. നവംബർ 2023 നവംബർ കാലാവധി പൂർത്തിയായി. അവസാനമായി ഗോൾഡ് ബോണ്ട് ഇറങ്ങിയത് 2024 ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരിയിലാണ് സ്വർണ്ണ കടപ്പത്ര പദ്ധതി പുറത്തിറങ്ങിയത്. ഈ എല്ലാ പദ്ധതിയും ഉൾപ്പെടെ 45,243 കോടി രൂപയാണ് സർക്കാർ സമാഹരിച്ചത്. ഇതുകൊണ്ട് ഈ പദ്ധതി കൊണ്ട് സർക്കാരിന് ബഡ്ജറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഒരു തുക സമാഹരിക്കുന്നതിനും കഴിഞ്ഞിരുന്നു. എന്നാൽ ചിലവ് കുത്തനെ ഗോൾഡിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ കൂടിയതുകൊണ്ട് ഇതിൻ്റെ നടത്തിപ്പ് ചിലവേറിയതായി മാറിയതുകൊണ്ടാണ് ഇത് നിർത്തലാക്കുന്നത്. ഇത് ചിലവേറിയ നിക്ഷേപ പദ്ധതിയിൽ ചിലവേറിയ കടമെടുപ്പ് രീതിയായി മാറുന്നു എന്നുള്ളതും സർക്കാരിനെ നിർത്തലാക്കാൻ പ്രേരിപ്പിച്ചു. നിലവിലെ നിക്ഷേപകരെ ഇത് ബാധിക്കുമോ? ഇല്ല, നിലവിലെ നിക്ഷേപകരെ ഇത് ബാധിക്കത്തില്ല. പലിശ 2.5% വാർഷിക പലിശ 6 മാസത്തിലൊരിക്കൽ കൊടുക്കുന്നു. 8 വർഷം തന്നെയാണ് കാലാവധി. ഇതെല്ലാം പഴയ രീതിയിൽ തന്നെയാണ്, വേറെ അതിൽ വ്യത്യാസമില്ല. അതേസമയത്ത് ഗോൾഡ് സോവറിംഗ് ബോണ്ട് ഇല്ലെങ്കിൽ, അതായത് ഗോൾഡ് സോവറിംഗ് ബോണ്ട് പദ്ധതി ഇല്ലെങ്കിൽ സ്വർണത്തിൽ എവിടെ നിക്ഷേപിക്കാമെന്നുള്ള ഒരു പ്രധാനമായ ചോദ്യമുണ്ട്. അതിന് നിക്ഷേപകർക്ക് ഗോൾഡ് ETF ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. അതായത് ഓഹരി വിപണിയിൽ വിൽപ്പനയ്ക്കുള്ള സ്വർണ്ണ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. രണ്ടാമത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. അതായത് സ്വർണ്ണ ETFകളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. മൂന്നാമത്തത് ഡിജിറ്റൽ ഗോൾഡ്. ചില ഫിനാൻഷ്യൽ പ്ലാറ്റ്ഫോമുകൾ വഴി ചെറിയ തോതിൽ സ്വർണം വാങ്ങാനും സൂക്ഷിച്ചു വയ്ക്കാനും അവസരം നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴുള്ള നിലവിൽ നിക്ഷേപിക്കാനുള്ള മാർഗങ്ങൾ. അതേസമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഗോൾഡ് സോവറിംഗ് ബോണ്ടിൽ ഗോൾഡിൻ്റെ വിലയ്ക്കൊപ്പം തന്നെ പലിശയും നൽകിയിരുന്നു. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡ് ETF ആയാലും ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ആയാലും ഡിജിറ്റൽ ഗോൾഡ് ആയാലും പലിശ കിട്ടില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ.